ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മരുന്ന് കഴിക്കേണ്ടത്, അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെന്റർ പാലാ. അതായത് നമുക്കറിയാം ബ്ലഡ് പ്രഷർ ഇന്ന് ചെറുപ്പക്കാർ വരെ കാണുന്നുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഒരു മിഡിൽ ഏജ് 50 വയസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി പ്രായമായിട്ട് 70-80 വയസ്സൊക്കെ ആകുമ്പോൾ ബ്ലഡ് പ്രഷർ കാണുമായിരുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ചെറുപ്രായക്കാർ വരുന്നത്. അതിന്റെ പ്രധാന കാരണം സെഡൻഡറി, അതായത് നമുക്ക് വലിയ എക്സസൈസ് ഇല്ല, നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നു. പഴയ പോലെ നമ്മൾ ഒരു ഫാം ബേസ് ഇല്ല. പണ്ടാണെങ്കിൽ നമ്മുടെ എക്കണോമി എപ്പോഴും അഗ്രികൾച്ചർ ബേസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറമ്പൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി സ്ഥലത്തൊക്കെ ജോലികൾ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ജോലികൾ കുറഞ്ഞു, ആക്ടിവിറ്റി കുറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ ചിലർ മാത്രം കുറച്ച് നടക്കും, കുറച്ച് ഫിറ്റ്നസിന് വേണ്ടിയൊക്കെ 1/2 മണിക്കൂർ ആക്ടിവിറ്റി ചെയ്യും. അപ്പം നമ്മുടെ കലോറി ബ്രേക്ക് ഡൗൺ, അതായത് എനർജി യൂസ് ഇല്ല. അപ്പം നോർമലി നമുക്ക് അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂടുതലായിട്ട് കൂട്ടുകയും ചെയ്തു. പണ്ടാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു വീട്ടിലൊക്കെ ഒത്തിരി അംഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് തന്നെ ആവശ്യമുള്ള കലോറി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കഴിക്കാൻ കിട്ടിയില്ല. പിന്നെ കൂടുതൽ നമ്മൾ നാച്ചുറൽ എന്നുള്ള ഫുഡുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതായത് നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെയുള്ള. ഇന്ന് അതല്ല, കൂടുതൽ നമ്മുടെ ഫൈനലി പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയും. അതാകുമ്പോൾ നമുക്കറിയാം ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്, കലോറി കൂടുതലാണ്. പ്രത്യേകിച്ച് ഐസ്ക്രീം, ബേക്കറി, അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ നൂഡിൽസ് ഒക്കെ, അതിനകത്ത് ട്രാൻസ്ഫാക്ട് കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് സോൾട്ട് ഉണ്ടാവും, കൂടുതലായിട്ട് കലോറി ഉണ്ട്, കൂടുതലായിട്ട് ഒബിസിറ്റി ഉണ്ടാകും. അപ്പം നമുക്ക് BP കൂടാനും എല്ലാ ചാൻസും ഉണ്ട്. പലരും നമുക്കിടെ അടുത്ത് യങ് ആൾക്കാർ BP എടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും. അതായത് ഒരു വെയിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 90-100 കിലോയ്ക്ക് മുകളിലായിരിക്കും. പലപ്പോൾ നമ്മൾ അവരോട് പറയും കുറച്ച് വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും 10 കിലോ കുറച്ചാൽ തന്നെ BP മരുന്ന് ഒഴിവാക്കാന്ന് പറയും. പക്ഷെ ആൾക്കാർ ആദ്യമൊക്കെ ഒരു ഉത്സാഹത്തിൽ ഇതെല്ലാം ചെയ്യും, വെയിറ്റ് കുറയ്ക്കും, ഡയറ്റ് നോക്കി എക്സസൈസ് ചെയ്യും. പിന്നീട് പലപ്പോഴും കാണാറില്ല, കാരണം മുന്നോട്ട് പോകുമ്പോൾ ഫോളോ അപ്പ് പോലും ചെയ്യാറില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നമുക്കൊരു വീട്ടിൽ തന്നെ ഇപ്പൊ ഡിജിറ്റൽ BP പാർട്സ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് BP നോക്കുന്ന സാധനമുണ്ട്, നമുക്കെന്നെ നോക്കാം. അതെങ്ങനെ നോക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ BP നോക്കുന്നതാണ് മൈലിൽ നമ്മൾ രാവിലെ നോക്കുന്നതാണ്. നമ്മളൊരു മോർണിംഗ് നമ്മൾ എണീറ്റു, ഒരു ബെഡ് കോഫി കുടിച്ചു, ടോയ്ലറ്റൊക്കെ പോയി യൂറിനൊക്കെ പാസ് ചെയ്ത് നമ്മളൊരു അധികം ഫുഡ് കഴിക്കാതെ എംപ്റ്റി സ്റ്റൊമക്ക് ആണെങ്കിൽ ചായ കുടിക്കുക. നമ്മൾ ഒത്തിരി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് BP നോക്കിയാൽ BP വേരിയേഷൻ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഒരു 7-8 മണി സമയത്ത് നമുക്ക് BP നോക്കാം. അത് നമ്മളെ BP നോക്കാം. BPയുടെ മെഷീൻ നമ്മുടെ ഹാർട്ടും ഒക്കെ ഒരു മേശ വെച്ച് ഒരേ ലെവലായിരിക്കണം. പിന്നെ കഫ് കിട്ടുന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു നല്ല മുറുക്കി കെട്ടിയിരിക്കണം. പിന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആകരുത്. പിന്നെ നമ്മൾ ഉറക്കമുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ കുഴപ്പം നോക്കിയാൽ BP കൂടുതലായിരിക്കും. പിന്നെ തലേദിവസം നമ്മൾ ഒത്തിരി ഉപ്പുള്ള സാധനം കഴിച്ചാലും BP കൂടുതൽ വരാം. അപ്പം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഒരു 5 to 10 minutes റെസ്റ്റ് ഒക്കെ എടുത്ത് യൂറിനൊക്കെ പാസ് ചെയ്ത് വലിയ ഫുഡ് കഴിക്കാതെ വേണം നമ്മൾ BP നോക്കാൻ. അങ്ങനെയുള്ള BP മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ BP ഓടി വന്ന് പെട്ടെന്ന് എനിക്ക് BP തലവേദന ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോഴായിരിക്കും നമ്മൾ BP നോക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് BP നോർമലി കൂടാം. പക്ഷെ നമ്മളൊരു 10 minutes ഒക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ മരുന്ന് കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കാതിരുന്ന് നമ്മൾ BP നോക്കിയാൽ BP കൂടായി. നമ്മൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമുക്ക് തലവേദന തോന്നുന്നുണ്ട്, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള BP കൂടുതലാണ് നമ്മൾ ചെയ്യുന്നത്. ചികിത്സ ചെയ്യുന്ന ഡോക്ടറെ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ വീട്ടിലേക്കാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പെട്ടെന്ന് ഡോക്ടറെ കാണാൻ നമ്മുടെ കഴിക്കുന്ന ഗുളിക തന്നെ ഒരു പ്രാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റും. ഡോക്ടർ വന്ന് രാവിലെ മാത്രം കഴിച്ചാൽ മതി. അങ്ങനെയുള്ള അവസരത്തിൽ BP കൂടാൻ നമ്മൾ കണ്ടു 160, 100, 160, 130 അപ്പം കുറച്ച് കൂടാൻ നമ്മൾ BP കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ മെഡിസിൻ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റുന്നു, പിറ്റേ ദിവസമേ കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും BP പിന്നെ ഡയണൽ വേരിയേഷൻ പറയും. രാവിലെ നമുക്ക് ഏറ്റവും നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു നോർമൽ BP ഇടുന്ന രാവിലെ ആയിരിക്കും. വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞു, നമുക്ക് സ്ട്രെസ് വർക്കൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും BP കൂടുതലായിരിക്കും. അത് നമുക്ക് നോർമലായിട്ട് എടുക്കാൻ പറ്റും. എന്നാലും നമുക്ക് രാവിലെയും വൈകിട്ടും ചാർട്ട് ഉണ്ടാക്കാൻ പറ്റും. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു മാസത്തെ ചാർട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ എത്ര പ്രാവശ്യം നമുക്ക് 140, 150 മുകളിൽ പോയി ഐസ്റ്റോളിക് ആണെങ്കിൽ 90ക്ക് മുകളിൽ പോയി കാണിക്കാൻ പറ്റും. അപ്പം ഡോക്ടർ പറയും ഈ മരുന്ന് നമുക്ക് ഒരെണ്ണം മാറ്റിയെടുക്കാൻ, ഒരു മരുന്ന് ആഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ BPയുടെ മെഡിസിൻ നമ്മൾ ഒരേ ഗുളിക തന്നെ രാവിലെ വേണ്ടി കൊടുക്കാറില്ല, വേറെ ഗ്രൂപ്പിലെ ഡ്രഗ് കൊടുക്കുന്നത്. അതൊരു 5 times കൺട്രോൾ നമ്മളെ സഹായിക്കും.
കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കിഡ്നി ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ കിഡ്നി പ്രൊട്ടക്ഷൻ വേണം. അറ്റാക്ക് നമുക്ക് അതിനുള്ള ഇടിപ്പ് കൺട്രോൾ ചെയ്യണം. ഹാർട്ടിന് അറ്റാക്ക് ബ്ലോക്ക് തടയുന്നതായിരിക്കണം. അങ്ങനെ പല കണ്ടീഷൻസ് നോക്കിയാൽ നമ്മൾ ബി.പിയുടെ മരുന്ന് കൊടുക്കുക. പലപ്പോഴും നമ്മൾ ഡോക്ടറെ എടുക്കാൻ ശ്രമിക്കും. എന്നാ മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഒരു മാസത്തിൽ ഒന്ന് പറ്റി 2-3 മാസം ഡോക്ടറെ കണ്ട് നമ്മൾ ബി.പി ഒന്നുകൂടെ നോക്കി മരുന്നൊക്കെ തന്നെ മതിയാവും. പിന്നെ കൂടാതെ കൊളസ്ട്രോൾ ഒക്കെ നോക്കണം. പിന്നെ നമ്മൾ വെയിറ്റ് കൂടാതെ നമ്മൾ നോക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ബി.പി ഒരു ചാർട്ട് ചെയ്ത് ബി.പി നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും. താങ്ക് യു.